സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കപ്പ വിളവ് കൂടുതൽ ലഭിക്കുന്ന ഒരു നൂതന രീതിയെപ്പറ്റിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ തടം ശരിയായ രീതിയിലേക്ക് ഒരുക്കുകയാണ്. കളയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കല്ലും എല്ലാം നല്ല ക്ലിയറാക്കി റെഡിയാക്കുവാണ്. അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ രീതി നമ്മളിപ്പോൾ കാണിക്കാം. ആദ്യം നമ്മൾ തണ്ടെടുക്കുന്നു. തണ്ടെടുത്തതിന് ശേഷം ഒരു 2 കൈപ്പിടി ഒന്ന് മുറിച്ചതിന് ശേഷം മുറിക്കുക. ഈ രീതിയിൽ 2 കൈപ്പിടി മുറിച്ചിടുക. അതിനുശേഷം അതെടുക്കുക. അതിൻ്റെ നമ്മൾ മുറിച്ച ഭാഗത്ത് നേരെ നടുവെ ചെറുതായിട്ടൊന്ന് കീറുക. ഇത് ഈ രീതിയിലൊന്ന് ചെറുതായിട്ട് കീറുക. കീറിയതിന് ശേഷം അതിലേക്ക് ഈ കപ്പയുടെ ചെറിയൊരു തണ്ട് തന്നെ അതിലേക്ക് കയറ്റി വെക്കുക. ഇപ്പം നമുക്ക് കാണിക്കാം. കപ്പ വിളവ് കൂടുതൽ ലഭിക്കാനുള്ളത് കണ്ടോ, ഇതുപോലെ സ്വല്പം ഒന്ന് കയറ്റി വെക്കുക. എന്നിട്ട് ആ ഭാഗം മണ്ണിലേക്ക് പൂർണ്ണമായിട്ടും കുത്തിവെക്കുക. നമ്മൾ ഈ തടമെടുത്തതിലേക്ക് പൂർണ്ണമായിട്ടും ഫുള്ള് കുത്തിവെക്കുക. ഇതിന് ശേഷം നല്ല രീതിയിൽ മണ്ണ് ഇളക്കമുള്ള രീതിയിലേക്ക് ചുറ്റും വെട്ടി റൗണ്ടിൽ വൃത്തിയാക്കുക. പിന്നെ ഇതിന് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ഈ കൊന്നച്ചവറിടുന്ന വളരെയധികം വിളവ് കൂടുതൽ ലഭിക്കാനായിട്ട് സാധിക്കും. പിന്നെ എലിയൊക്കെ മന്ദായിരിക്കാനായിട്ട് നമുക്ക് റൗണ്ടിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതും വളരെ സഹായിക്കുമാണ്. നമ്മൾ നല്ലപോലെ മണ്ണ് ഇളക്കി കൊടുക്കുക ചുറ്റും റൗണ്ട്. ഇത് ഈ രീതിയിലേക്ക് നല്ലപോലെ വെട്ടി കയറ്റി കൊടുത്താൽ മാത്രമേ നമുക്ക് വിളവ് നല്ലപോലെ ലഭിക്കുകയുള്ളൂ. വലിയ കിഴങ്ങുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു 3 കിലോയൊക്കെ നമുക്ക് ഒരു ഇതിൽ നിന്ന് തന്നെ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ രീതിയിലേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മൾ ഒരു തടം ക്ലിയറാക്കിയിരിക്കുകയാണ്. നമ്മൾ ഇത് ക്ലിയറാക്കി ഇത് കള ഇതിലേക്ക് കയറി വരാതെ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഏത് കാലാവസ്ഥയും നമുക്ക് ഈ കപ്പ പിടിക്കുന്നതാണ്. ഏകദേശം മണ്ടയിലൊരു മണ്ണും കുത്തിവെക്കുക. അതായത് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി, മഴ പെയ്താൽ നിന്നും വെള്ളം ഇറങ്ങാതിരിക്കാൻ അതിൻ്റെ മണ്ടയിൽ മേൽഭാഗത്ത് ഒരു പിടി മണ്ണ് കുത്തിവെക്കുക. ഇത് നമ്മൾ തടം എടുത്തിരിക്കുകയാണ്. എല്ലാ തടങ്ങളും നമ്മൾ എടുത്ത് റെഡിയാക്കി ശരിയായ രീതിയിൽ ഇട്ടിരിക്കുകയാണ്. നമ്മൾ ഇതിലെ തണ്ട് കുത്തി നട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തണ്ടുകളും നമ്മൾ അതിൻ്റെ ചുവട്ടിലിട്ടതിന് ശേഷം തട്ടിരിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പ് നമ്മളൊരു 6-7 മാസത്തിനുള്ളിൽ നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പ് കാണിക്കുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ നമ്മൾ എല്ലാ തണ്ടുകളും നട്ടിരിക്കുകയാണ്. നമുക്ക് ഒരു തണ്ടിൽ നിന്ന് ഒരു 7-8 എണ്ണം നടാൻ വേണ്ടി തണ്ട് ലഭിച്ചിരിക്കും. ഒരു തണ്ടിൽ നിന്ന് തന്നെ നല്ല തണ്ട് നോക്കി നമ്മൾ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇത് ഏകദേശം ഒരു 10 ഡേയ്സ് കഴിഞ്ഞ ഒരു കപ്പ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഏകദേശം ഇതൊരു നട്ടിട്ട് ഒരു 10 ദിവസമായിട്ടുള്ളൂ. ഇതൊക്കെ അതിൻ്റെ വളർച്ചയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഏകദേശം ഒരു 10 ദിവസമായിട്ടുള്ളൂ. ഇനി ഇതിന് നമ്മൾ ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ഒന്ന് സൈഡിലേക്ക് കൂട്ടിക്കൊടുത്ത് ഒരു ശരിയായ രീതിയിലാക്കുക. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒരു സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി കൂടെ മണ്ണൊക്കെ ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കും. അതായത് ഇതിന് തണ്ടിന് ഇളക്കമൊന്നും സംഭവിക്കരുത്. അതായത് തണ്ടയിലേക്ക് പോകരുത്. ചുറ്റും മണ്ണ് വെട്ടിക്കയറ്റുക. എങ്കിൽ മാത്രമേ നല്ലപോലെ വളർച്ച ലഭിക്കുകയുള്ളൂ. ഇതൊക്കെ ഒരു 10 ഡേയ്സ് ആയിട്ടാണ്. ഇതിന് പിന്നെ നമുക്ക് യാതൊരുവിധ വെള്ളമോ അങ്ങനെയൊന്നും കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഏത് കാലാവസ്ഥയിലും നമുക്ക് ഈ കപ്പ കൃഷി വളരെയധികം ആണ്. അത് നമ്മൾ നടുന്ന ഒരു ശരിയായ രീതിയുണ്ട്. ആ രീതിയിലേക്ക് നടുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിഭവം ലഭിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്.